ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് മീൻ വാങ്ങാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മട്ടൻ കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മട്ടൻ്റെ കാലൊക്കെ വെച്ച് ഒരു നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി തരാം, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ മട്ടൻ മേടിച്ചാലുള്ള ഏറ്റവും വലിയ ഇടങ്ങാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫുള്ള് രോമമായിരിക്കും, കറുത്ത രോമങ്ങളായിരിക്കും. ആദ്യം ഞാൻ കുറേ രോമങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു. ഒരു 5-6 വട്ടം കഴുകിട്ടോ. എന്നിട്ട് ഉപ്പിട്ട് കഴുകിയാൽ തന്നെ രോമം കുറേയൊക്കെ പോകും. ഏറ്റവും കൂടുതൽ രോമം ഉണ്ടാവുക അതിൻ്റെ നെയ് ഭാഗത്തായിരിക്കും, നെയ്യുള്ളിടത്തായിരിക്കും ഏറ്റവും കൂടുതൽ രോമം ഉണ്ടാവുക. അത് നല്ലതായിട്ട് നോക്കി കഴുകുക കേട്ടോ. നോക്കി കഴുകിയെടുത്ത് മാറ്റി വെക്കുക. ഞാൻ പിന്നെ ഒരു 5-6 വട്ടം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു ഇഞ്ചി കഷ്ണവും അതുപോലെ ഒരു 10-20 വെളുത്തുള്ളി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. അരച്ചില്ല, ചതച്ചെടുത്തു. എന്നിട്ട് കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ടു. കുക്കറിൽ ഞാൻ വിസിലടുപ്പിച്ചല്ല വെക്കുന്നത്, അല്ലാതെ അടുപ്പിൻ്റെ അകത്തിട്ട് നന്നായിട്ട് അത് 1-2 മണിക്കൂർ കിടന്ന് തിളച്ച് വന്ന് വറ്റിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലായിരുന്നു. ചെറിയുള്ളി വേണ്ടവർക്ക് ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളിയാണ് ഏറ്റവും സൂപ്പർ. എൻ്റെ ചെറിയുള്ളി ഇല്ലാത്തതാണ് ഞാനൊരു വലിയ ഉള്ളിയുടെ പകുതി അതാണ് ചേർത്തത്. പിന്നെ ഹോളായിട്ടുള്ള ഒരു പെപ്പർ ചേർത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ ചേർത്തു. പിന്നെ ഉപ്പ് ചേർത്തു. പിന്നെ ചേർക്കുന്ന മഞ്ഞളാണ്. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ്. അടുപ്പത്ത് വെച്ച് ഒരു 1-1.5 മണിക്കൂർ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിലൊന്നുമില്ല കേട്ടോ, ചെറിയ തീയിൽ കനലിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചതിൻ്റെ മജ്ജയൊക്കെ ഇങ്ങനെ അതിനകത്ത് നിന്ന് വിട്ട് വരും കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ ആദ്യമേ 2 കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ. അതിൻ്റെ പിന്നെയും അത് നന്നായിട്ട് വറ്റി വന്നു കഴിയുമ്പോൾ 2 കപ്പ് വെള്ളമോട് ഒഴിച്ചു. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ വെള്ളം വെക്കുന്ന ജീരകം, ചെറിയ ജീരകം, അത് ആഡ് ചെയ്തു. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം, അത് പെരുംജീരകം ആഡ് ചെയ്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. പിന്നെ കുറച്ച് ഹോൾ ആയിട്ടുള്ള പെപ്പറോട് ഇട്ടു കേട്ടോ. പിന്നെ നെയ്ക്കകത്തേക്ക് ഉള്ളിയാണ് വാട്ടുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ ചെറിയുള്ളിയിൽ, ചെറിയുള്ളിയാണെങ്കിൽ ഏറ്റവും സൂപ്പർ ചെറിയുള്ളിയാണ്. ഒരു ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ മട്ടൺ സൂപ്പിലേക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. ആഡ് ചെയ്തിട്ട് നമുക്കത് ചൂടോടെ സെർവ് ചെയ്യാം. ചൂടോടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടെ കുടിക്കുമ്പോൾ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസും ഡെയിലി വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇനിയും നമ്മുടെ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.